ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ. ഞാനിതാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ പൈതൽമല റിസോർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിരിക്കുവാന്നേ. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. എല്ലാവരും മറന്നു പോവാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റൂംസൊക്കെ കാണാൻ ഇറങ്ങി. ഏറുമാടത്തിലുള്ള റൂമുകളും പിന്നെ അത് കഴിഞ്ഞ് ഇത് വാനാണ്. വാനിനകത്തേക്ക് പുറത്ത് കാണുന്ന പോലെയല്ല, അകത്ത് നല്ല സൗകര്യമുണ്ട്. പിന്നെ ഒരു ബെഡ്റൂമും വാഷ്റൂമും ബേസിനും ഒക്കെ ആയിട്ട് ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ അത്രയും സൗകര്യമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അപ്സ്റ്റെയറിലും ഇതേപോലെ റൂംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബാൽക്കണിയാണ് ഇത് കാണുന്നത്. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അവിടുത്തെ പ്രത്യേകത തന്നെ അതാണ്. അവിടെ ഈ കാടിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ വാട്ടർഫാളിലേക്ക് പോയി. വാട്ടർഫാള് ശരിക്കും നല്ല താഴത്തേക്ക് കുറച്ച് ഇറങ്ങാനുണ്ട് കേട്ടോ, നല്ലപോലെ. പിന്നെ ഈ കുട്ടി പിന്നെ സഹായിച്ച കാരണം സർവീസിനുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ 2 കുട്ടികളെ കാര്യങ്ങളും ശ്രദ്ധിച്ച കാരണം ഞങ്ങൾക്ക് ഇതില്ലാരും. ആ വലത്ത് ഭാഗത്ത് നല്ല ആഴമുള്ള സ്ഥലമാണ്. പിന്നെ അതുകൊണ്ട് പേടിയാണ്, കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കണ്ട കർണാടക കേരള ഇതാണ്, 2 സൈഡിലും 2 സ്റ്റേറ്റിൻ്റെ ഇതാണ്. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ ആദ്യം ഭയങ്കര തണുപ്പാട്ടോ, നല്ല ഐസ് വാട്ടറാണ്, കാല് വെക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും ശരിയാവും അത്. പിന്നെ കുട്ടികൾ, ചെറിയ ആൾ ഇറങ്ങിയില്ല, അവന് തണുത്ത് വിറച്ചിട്ട് അവൻ പെട്ടെന്ന് തന്നെ കരക്ക് കയറി അവിടുന്ന് വടിയൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു. പക്ഷേങ്കിൽ ആ ഒരു കാടിൻ്റെ നടുവിലുള്ള ഒരു വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് ഇറങ്ങി പിന്നെ കുളിക്കാനും വെള്ളമൊക്കെ തേടി കളിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ എന്താ ഒച്ചപ്പാടായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും നമ്മുടേതായ ആ ഒരു എൻജോയ് ചെയ്യാൻ ഉഷാറാണ് എല്ലാവരും. പിന്നെ ഇവിടെ പോയി നീന്താൻ എനിക്ക് അവസരം കിട്ടിയതാണ്. പിന്നെ അങ്ങനെ കുറച്ച് സമയം നീന്തി കുളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തൂക്കുപാലമാണ്. തൂക്കുപാലത്തിന് ഈ കാണുന്ന പോലെയല്ല, അതിൻ്റെ താഴെ നല്ല ആഴമുണ്ട്. മരങ്ങളിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാരണമാണ് അത്ര മനസ്സിലാകാത്തത്. പിന്നെ അതിൻ്റെ നടുവിലിങ്ങനെ ഒരു കമ്പി മാത്രമേ ഉള്ളൂ. മോളും ഈ മക്കൾ 2 പോയി, അവരങ്ങോട്ടും പോയി തിരിച്ചു വന്നു. അന്നേരം എനിക്കും ഒരാഗ്രഹം, ഞാനും പോയി. ശ്രീ അവിടെ നിൽക്കുന്ന ധൈര്യത്തിൽ ഞാനും പോയി. പിന്നെ കുറച്ച് ദൂരമൊക്കെ പോയി. പിന്നെ ആദ്യമേ പോകാമായിരുന്നു എന്ന് വിചാരിക്കും. അവനിങ്ങനെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവനുള്ള ധൈര്യത്തിൽ പോയതാണ് ഞാൻ. പിന്നെ അതുപോലെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ അങ്ങനെ ഹാപ്പി ആയിരുന്നു. ഇതുവരെ കയറാതെ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ട്രക്കിങ്. പിന്നെ ഒരു നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ് കേട്ടോ, ജയ്ത്തു എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ്. പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് പുള്ളി ഇത് തന്നെ പരിപാടി. പിന്നെ ആ റോഡൊക്കെ ഭയങ്കര ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമായിരുന്നു ജീപ്പ്. സ്ത്രീക്ക് കഴുത്തിന് ചെറിയ പ്രശ്നമുള്ളത് കാരണം ബെൽറ്റ് ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ ശരിക്കും എൻജോയ് ചെയ്തു അതൊക്കെ. പിന്നെ ഈ ഏറുമാടം നല്ല ഉയരമുള്ള ഏറുമാടമാണ്. പിന്നെ അതിൻ്റെ താഴെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ മരങ്ങളാണ് താഴെ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും മനസ്സിലാവുന്നില്ല, പക്ഷേ നല്ല ഉയരമുള്ള ഏറുമാടാണ്. പിന്നെ അവിടുന്ന് ശരിക്കും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് കോവി വിളിച്ച് പിള്ളേർ പോലെ തന്നെ ആവുമല്ലോ. ഇത് കണ്ടോ, ഈ കലണ്ടറിൽ ലീവില്ലാതെ കലണ്ടർ, സ്വാതന്ത്ര്യം കിട്ടുന്ന 47-ലെ കലണ്ടറാണത്. അവർ ഒരു ചെറിയൊരു മ്യൂസിയമാണ് അവിടെ. ഇങ്ങനെ ഓണർ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു അതൊക്കെ. പിന്നെ ഇത് ഹണി ബീസിൻ്റെ ഇത് കണ്ടില്ലേ, കൂട് കഴിഞ്ഞ എപ്പിസോഡിൽ അത് എങ്ങനെയാണ് തേനെടുക്കുന്നത് എന്നുള്ളത് പ്രോസസ്സ് പറഞ്ഞു തരുമായിരുന്നു. ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെ ആ മെഷീനിലിട്ട് തിരിച്ച് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെ. പിന്നെ ലൈഫ് സൈക്കിൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിവരിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് സൺസെറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. ഇതിലിങ്ങനെ വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു 4 ഇരട്ടി ഭംഗിയാണ് ഇവിടെ പോയി സൺസെറ്റ് കാണാനായിട്ട്. പിന്നെ ഈ ഡ്രൈവർ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തു തന്നു.
പിന്നെ എല്ലാം വിവരിച്ച് പറഞ്ഞു തന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ആ വഴിയിലൂടെ തന്നെ. നമ്മൾ ഈ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയ മാതിരി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല രസമാണത്. കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിലും രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റോപ്പ് വേയിലേക്ക്, ചെറിയൊരു റോപ്പ് വേയാണ്, ഒരുപാട് ലെങ്ത് ഇല്ല അതിന്. മോന് ആദ്യം ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നെ പോവാറായപ്പോൾ ചെറിയൊരു പേടിയായി. ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു, പേടിയായിരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് കുട്ടി പോയിട്ട് അയ്യോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ അയ്യോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടാമത് പിന്നെ അവന് ഒരു പ്രാവശ്യം കൂടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ചെറിയാൾക്ക് പിന്നെ അവൻ്റെ ഏജിൽ ഇങ്ങനെ കൊണ്ടുപോകില്ല, അതിൽ കയറ്റില്ല. അതുകൊണ്ട് അവന് ചെറിയ നിരാശയായിരുന്നു. കുറച്ചുകൂടി ബിഗായിട്ട് പിന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചു കുട്ടിയെ. അത് കഴിഞ്ഞ് മോള് കയറി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കയറി. ഞാനും ആദ്യമായിട്ടാണ്, മോളൊക്കെ വലിയ റോപ്പ് വേയിലൊക്കെ കയറിയതാണ്, ഞാൻ ആദ്യമായിട്ടാണ് റോപ്പ് വേയിൽ ഇങ്ങനെ കയറുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പേടിയൊക്കെ പോയി. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ താഴെ മുഴുവനും നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്, ലെങ്ത് ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി. ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും കാണാൻ ശ്രമിക്കുക എല്ലാവരും. നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. ബൈ.